ഗൈസ് എല്ലാ പ്ലെയറും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മച്ചവനെ എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്നത്. ഗൈസ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ നോക്കി കോപ്പി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് ക്ലിപ്പ് കണ്ടോ മച്ചവരെ, എങ്ങനെ ക്ലോസ് റേഞ്ച് നമുക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് കളിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മച്ചാനെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡിവൈസാണ്, സെപ്പറേറ്റ് ആണ്. മച്ചാനെ അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പറഞ്ഞ് തന്നാൽ മനസ്സിലാവണമെന്നില്ല, ചിലർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡിവൈസ് എങ്ങനെയുള്ള ഡിവൈസാണെന്ന് നോക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ക്ലച്ച് ഒന്ന് നോക്കും കേട്ടോ. നമ്മുടെ 0 റീക്കോയിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ കണ്ണ് നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് റേഞ്ചിൽ ലോങ് റേഞ്ചിൽ എനിമീസിനെ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏത് കണ്ണാവട്ടെ, നമ്മുടെ കയ്യിൽ ഏത് കണ്ണ് കൈ ഇരിക്കട്ടെ, അതിനെല്ലാം നമുക്ക് 0 റീക്കോയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ കണ്ണിനും ഓരോ സെൻസിറ്റിവിറ്റി. അതിപ്പോൾ മനസ്സിലായി എങ്ങനെയാണെന്ന്. ഗൈസ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കാണും. എനിക്ക് ഈ ക്ലിപ്പ് ഒന്ന് ഉണ്ടോക്ക്. ഗൈസ് സെൻസിറ്റിവിറ്റി എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അതിന് മുമ്പായിട്ടൊരു കാര്യം നോക്കൂ ഗൈസ്. IMU അതായത് ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ്. നമ്മുടെ ഡിവൈസിൽ XY Z എന്ന് പറഞ്ഞ 3 ആക്സിസ് ഉണ്ട്. അതിൽ ഒന്ന് മിഡ് റേഞ്ച്, ഹൈ റേഞ്ച്, പിന്നെ ഫ്ലാഗ്ഷിപ്പ്. അതായത് ഡിവൈസിൻ്റെ അഡ്വാൻറ്റേജ് പോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് ChatGPT ലോഗിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഹൗ മെനി ഡസ് മൈ ഗൈറോസ്കോപ്പ് ഹാവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ പേരോട് അടിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ആക്സിസ് ആണ് നിങ്ങളുടെ ഡിവൈസ് എന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ഡയൽ പാഡിൽ പോയി സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം രണ്ടായിട്ട് തിരിക്കുന്നത് ലെൻസ്, ഗൈറോസ്കോപ്പ്. അങ്ങനെ 2 തരത്തിലാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി തിരിക്കുന്നത്. മനസ്സിലായല്ലോ മച്ചന്മാരെ. ഗൈറോ പ്ലെയേഴ്സ് അല്ല ഇത് ഉപയോഗിക്കുന്നത്, നോൺ ഗൈറോ പ്ലെയേഴ്സ് ആണ് ഇത് പൊതുവേ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഗൈറോ പ്ലെയേഴ്സും യൂസ് ചെയ്യും. ഇനി ഞാൻ സെൻസിറ്റിവിറ്റി 1 by 1 ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നോക്കണേ, ക്യാമറ സെൻസിറ്റിവിറ്റി. അതായത് ലെൻസ് തന്നെയാണ് ക്യാമറ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഗൈസ് ഇതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ റൈറ്റ് ഹാൻഡ്, നമ്മുടെ വലത്തേ കൈ, അതായത് ആ സ്ക്രീനിൽ കാണുന്ന വലത്തേ കൈ ഉണ്ടോ, അതുകൊണ്ട് സ്വൈപ്പ് ചെയ്യുന്നതിനാണ് ക്യാമറ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായ? അതായത് ഗണ്ണെടുത്തിട്ടും നമ്മുടെ വലത്തെ കൈ കൊണ്ട് സ്വൈപ്പ് ചെയ്യുന്നതിനാണ് ക്യാമറ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ ക്യാമറ സെൻസിറ്റിവിറ്റി 1 ആക്കി കാണിച്ചു തരാം കേട്ടോ. നോക്കുവാണേ, ഇതിനകത്ത് ഇപ്പം ഞാൻ സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. സ്വൈപ്പ് ചെയ്യുമ്പം ഒരു കാരണം വെച്ചാൽ നമ്മുടെ ക്യാമറ അനങ്ങുന്നില്ല. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലായ ലെൻസ്, ക്യാമറ ഇത് ഒന്ന് തന്നെയാണ്. ഈ ലെൻസ്, ക്യാമറ എന്ന് പറയുന്നത് ഗൈസ് 100% ആക്കിയിട്ട് നോക്ക്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ POV എന്ത് സ്പീഡായിട്ട് കാണാം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ബുള്ളറ്റ് എനിമീസിന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം 100 കിടക്കുന്നത്. നോക്കുവാണേ, ഇനി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ കണ്ടോ, ഈസി ആയിട്ട് നമ്മുടെ ക്രോസ് ഹെയർ കൊണ്ടൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിമീസിൻ്റെ ഹെഡിൽ. ഇനി നമുക്ക് +5 ഇട്ട്, നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ +5 ഇട്ട് ഒന്നുകൂടെ കൂട്ടി നോക്കുക നിങ്ങളുടെ ക്യാമറ സെൻസിറ്റിവിറ്റി. കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ക്യാമറ അത്ര സ്മൂത്ത് ആവുന്നതാണ്. ഇനി ഒരുപാട് സ്പീഡായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്താൽ മതി, 5 വെച്ച് കുറച്ചാൽ മതി. ഇനി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ADS സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എയിം ഡൗൺ സൈഡ് സെൻസിറ്റിവിറ്റി കേട്ടോ. എയിം ഡൗൺ സൈഡ് സെൻസിറ്റിവിറ്റി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കണേ, ഫ്രണ്ടിൽ 4 ടാർഗറ്റ് നിൽപ്പുണ്ട്. ഇവന്മാരെ നമ്മൾ ക്രോസ് ഹെയർ കൊണ്ട് ഫയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ക്യാമറ പൊങ്ങിപ്പോവും മേളോട്ട്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഹെഡ്ഷോട്ട് പക്ഷേ കണക്റ്റ് ആവുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ADSൻ്റെ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. TPP നോസ്കോപ്പ് ഇപ്പോൾ 100 ആണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മളത് 1 ആക്കും. നോക്കുവാണേ, 1 ആക്കുന്ന ടൈമിൽ നമ്മൾ ക്രോസ് ഹെയർ കൊണ്ട് ഫയർ ചെയ്യുന്ന ടൈമിൽ നോക്കണം മേപ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം 100 പോയിൻ്റ് ആക്കുക, അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 130 നമ്മൾ ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ അതിൽ കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഇട്ടതിന് ശേഷം നിങ്ങൾ ഫയർ ചെയ്ത് നോക്കുമ്പോൾ മേപ്പോട്ട് പൊങ്ങുന്നുണ്ടെങ്കിൽ +5 വെച്ച് കൂട്ടി നോക്കുക. അപ്പോൾ മാത്രമേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. ഇതേ രീതി തന്നെയാണ് എല്ലാ ഗണ്ണും സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായ? TPP കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ സെറ്റാവും. ഇനി റെഡ് ഡോട്ട് കാണിച്ചു തരാം. റെഡ് ഡോട്ട് ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ പോകുമായിരുന്നു 30 ഇട്ടിട്ട് സ്പ്രേ ചെയ്യാൻ സമയം കണക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ പിന്നെ മേളോട്ട് പൊങ്ങിപ്പോവുക. നമ്മളിതെങ്ങനെ കണക്റ്റ് ആക്കും? സ്കോപ്പാക്കിയാണ് നമ്മൾ കണക്റ്റ് ആക്കുന്നത്. അതായത് റെഡ് ഡോട്ടാണ് സെറ്റ് ചെയ്യുന്നത്, ലെൻസിൻ്റെ റെഡ് ഡോട്ട്, അതായത് ADS സെൻസിറ്റിവിറ്റി. ഇതിപ്പോൾ വെർട്ടിക്കലി മേളോട്ട് പോവുകയാണല്ലേ. മേളോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? +5 വെച്ച് ആഡ് ചെയ്യും. +5 വെച്ച് ആഡ് ചെയ്യുന്ന ടൈമിൽ ഗൈസ് ഇപ്പോൾ ഇത് ലെഫ്റ്റിലും റൈറ്റിലോട്ടുമാണ് പോകുന്നതെങ്കിൽ മൈനസ് ആക്കണം. -5 വെച്ച് കുറയ്ക്കണം. അതായത് ഇപ്പം നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് മേളോട്ടാണ് പോകുന്നതെങ്കിൽ കൂട്ടുക, സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ കുറയ്ക്കുക. മനസ്സിലായല്ലോ? ഈ രീതി തന്നെയാണ് എല്ലാ സ്കോപ്പിനും കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗൈസ്. ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾ പൊളിയാവും കേട്ടോ. ഗൈസ് ഇനി ഗൈറോ സെൻസിറ്റിവിറ്റി എന്തെന്ന് പറഞ്ഞുതരാം. ഗൈസ് ഫ്രണ്ടിൽ കാണുന്ന ടാർഗറ്റ് കണ്ട, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഗൈറോ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഗൈസ് ADS സെൻസിറ്റിവിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ വിരൽ കൊണ്ട് വലത്തെ കൈ കൊണ്ട് സ്വൈപ്പ് ചെയ്യുന്നപ്പം ക്യാമറ മൂവ് ആക്കാൻ പറ്റുന്നതിനാണ് ADS എന്ന് പറയുന്നത്. ഇപ്പം നോക്കണേ, നമ്മുടെ ഡിവൈസ് ഫുള്ള് ഷേക്ക് ആക്കുമ്പോൾ, ഡിവൈസ് കുലുക്കുമ്പോൾ കൺട്രോൾ ആവുന്നതിനെയാണ് നമ്മുടെ ഗൈറോസ്കോപ്പ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 330 കിടക്കുമല്ലേ, ഇത് 1 ആക്കി കാണിച്ചു തരാം. 1 ആക്കുന്ന ടൈമിൽ നമ്മൾ ഫോൺ
എത്ര കുലുക്കാൻ ശ്രമിച്ചാലും മച്ചാൻ വരെ ഗൈറോ അനങ്ങത്തില്ല. ഗൈറോസ്കോപ്പ് എല്ലാവരും ഓൾവേസ് ഓൺ ആക്കി തന്നെ കളിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് കേട്ടോ. അതായത് ഫോൺ ഒന്ന് ചരിച്ചാൽ മതി മക്കളെ, എല്ലാവരും ഒന്ന് ഫോൺ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ക്രോസ് എയർ പ്ലേസ് ചെയ്യുക, അതിലെ റെഡ് ഡോട്ട് പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൺട്രോൾ ചെയ്യാൻ നോക്കണം. അപ്പം നമുക്ക് ഏകദേശം ഒരു കൺട്രോൾ ആകുന്നവരെ നമ്മുടെ ഗൈറോ സെറ്റ് ചെയ്യും. ഗൈസ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TPP നോസ്കോപ്പ്, ഗൈറോസ്കോപ്പിൻ്റെ TPP നോസ്കോപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പം 330 ആക്കിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ നല്ല ആക്യുറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ടല്ലേ. ഇപ്പം നമ്മൾ പൊതുവേ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നമുക്ക് 400 യൂസ് ചെയ്ത് കളിക്കാം കേട്ടോ. നല്ല ഡിവൈസും ആവണം. ഇപ്പം നോക്കണം, ഇവിടെ ഗൈറോയുടെ റെഡ് ഡോട്ട് നമ്മൾ 1% ആക്കിയിട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്കും ഫോൺ അനങ്ങുന്നേ ഇല്ല കേട്ടോ. ഇനി നമ്മൾ 100% ആക്കിയിട്ടൊന്ന് നോക്കുമ്പോഴത്തേക്കും നോക്കുവാണേ നമ്മുടെ ഏകദേശം ഒരു ക്യാമറ വലിയ രീതി അല്ലെങ്കിലും കുറച്ച് രീതി നമ്മുടെ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ അനക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇത് ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഭയങ്കര സ്ലോ ആണ്, ഗൈറോ ഭയങ്കര ഡിലേ ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റെഡ് ഡോട്ടിൻ്റെത് കൂട്ടുക. അതായത് ഇപ്പോൾ 200 299 200 ആ ഒരു രീതി വെച്ചപ്പോഴത്തേക്കും എന്താ ഒരുവിധം നൈസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് മച്ചാന്മാരെ എല്ലാ സ്കോപ്പിലും സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഗൈസ്. നേരത്തെ ഞാൻ IMUവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതായത് X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, ഇത് മൂന്ന് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് സെൻസിറ്റിവിറ്റി. നിങ്ങളുടെ ഡിവൈസ് 3 ആക്സിസ് ആണെങ്കിൽ 375, 6 ആക്സിസ് ആണെങ്കിൽ 350, 9 ആക്സിസ് ആണെങ്കിൽ 325. കണ്ട, ഇതുപോലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്യാമറ TPP ക്യാമറ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇനി ഞാൻ ഗൈറോയുടെ ADS എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഗൈറോ ADS സെൻസിറ്റിവിറ്റി നമുക്ക് മൊത്തത്തിൽ 4ആയിട്ടാണ് സെൻസിറ്റിവിറ്റി സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4ഉം ഒരുമിച്ച് പറയുന്നത്. ഇനി മൂന്നാമത്തത് നമ്മുടെ ഗൈറോൻ്റെ ADS എങ്ങനെ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഗൈറോൻ്റെ ADS എടുത്തിട്ട് 1% ആക്കി കേട്ടോ. നോർമലി നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഗൈറോ ADS എല്ലാം നമുക്ക് കണക്റ്റാണ്. പക്ഷേ നമ്മുടെ ക്രോസ് എയർ കണ്ടാ പൊങ്ങിപ്പോകുന്നത്, നമ്മൾ എത്ര കണക്റ്റ് ആക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഗൈറോ അതായത് ഫോൺ ഉപയോഗിച്ച് മേപ്പോട്ട് പൊക്കി പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഫോൺ കുലുക്കിക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിരൽ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ADS. നേരത്തെ ഞാൻ പറഞ്ഞു തന്നില്ലേ, അത് തന്നെ ഈ സംഭവം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നേരെ പോയിട്ട് ഗൈറോസ്കോപ്പിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ വീണ്ടും 330 ആക്കി. സ്പ്രേ ഇപ്പോൾ കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസിറ്റിവിറ്റി ഗൈസ് എപ്പോഴും കൂടുതലായിരിക്കണം. നമ്മുടെ 6 ആക്സിസ്, Y ആക്സിസ്, 3 ആക്സിസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, ആ സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സെൻസിറ്റിവിറ്റി കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ ഞാൻ റെഡ് ഡോട്ടിൻ്റെ സെൻസിറ്റിവിറ്റി 60 ആക്കിയിട്ട് അടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഗൈറോയുടെ ADS മേളോട്ട് പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈറോയുടെ ADS കാരണമാണ് പൊങ്ങിപ്പോകുന്നത്. കാരണം നമ്മൾ വിരൽ കൊണ്ട് സ്വൈപ്പ് ചെയ്യാതെ കൺട്രോൾ ചെയ്യണം. അപ്പോഴത്തേക്ക് നോർമലി ഫയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ക്രോസ് എയർ വീണ്ടും മേളോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തെടുക്കും, റെഡ് ഡോട്ടിൻ്റെ സെൻസിറ്റിവിറ്റി വീണ്ടും കൂട്ടണം. 200ലേക്ക് ഇട്ടപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ. ക്രോസ് എയർ ഫുള്ള് നമ്മുടെ ഹെഡ് ഷോട്ട് അവിടെ തറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ പോയിന്റ് അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മുടെ ഗൈറോയുടെ ADS അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അതായത് +5 വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നവരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. വെർട്ടിക്കലി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും ആണ് പോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കുറയ്ക്കുക. അതായത് സ്പീഡ് കൂടുതലായോണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ